നമസ്തേ. നമസ്തേ നമസ്തേ. സജിത്ത് എസ് പിള്ള, ഹേമലത നായർ, അദീത്, അരുൺ ചിറ്റാറ്റിങ്കര, ശ്രീരാജ്. നമസ്തേ നമസ്തേ ശ്രീരാജ്, വാസുദേവൻ, അജീഷ്, എല്ലാവർക്കും നമസ്കാരം. ബ്ലോക്കിൽ നിന്ന് വീണ്ടും ലൈവിലേക്ക് വരികയാണ്. നിരന്ന് നിൽക്കുന്ന 4 പന്നികളുടെ ഫോട്ടോ ഇട്ട് എന്നും പറഞ്ഞിട്ടാണ് എന്നെ ബ്ലോക്ക് ചെയ്തത്. നിങ്ങളൊക്കെ കണ്ടു കാണും. പക്ഷേ ബ്ലോക്ക് ചെയ്തിട്ടും ആ പന്നിയുടെ പടം കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, നമ്മൾ പറയുന്ന സത്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ ചിലർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ മാസ് പെറ്റീഷൻ അടിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് നേരെ വാ നേരെ പോ എന്നുള്ള ശീലങ്ങളേ ഉള്ളൂ. ആരെയും മറ്റു രീതിയിൽ ഇങ്ങോട്ട് വേദനിപ്പിക്കാൻ വന്നാൽ തിരിച്ച് ഇങ്ങോട്ട് മാന്തിയാൽ നമ്മൾ അങ്ങോട്ട് ഒന്ന് തിരിച്ച് മാന്തും എന്നുള്ളത് കഴിഞ്ഞ് നമുക്ക് ആരോടും വൈരാഗ്യമില്ല. വൈരാഗ്യമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ്. 1921 അനൗൺസ് ചെയ്തിട്ട് നമ്മൾ 1 വർഷമായി. ആ 1 വർഷത്തിനിടയിൽ ഇതേപോലെ ഒരുപാട് മാന്തൽ കിട്ടിയത് കൊണ്ട് ഇപ്പം മാന്തലിനൊക്കെ ഒരു സുഖമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കൊറോണയുടെ വറുതിക്കുള്ളിൽ കുറച്ച് നമ്മൾ ഡിലേ ആയി എല്ലാ കാര്യങ്ങൾക്കും. കാരണം അറിയാമല്ലോ, എല്ലാ ഭാഗത്തു നിന്നുള്ള നമുക്ക് ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. മാത്രമല്ല നമ്മുടെ ഫണ്ടിൻ്റെ വരവ് പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന അവസ്ഥയുണ്ടായി. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്ക്. കാരണം ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അവസ്ഥ ആ രീതിയിലാണ്. ഒരു ശനി പിടിച്ച അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം, വളരെ ചെറുകിട ജീവിതം നയിക്കുന്നവരൊക്കെ വൈഷമ്യത്തിലാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ അധിക പേര് വൈഷമ്യത്തിലാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട പലരും ഇന്ന് ജീവനോടെ ഇരിപ്പില്ല. കഴിഞ്ഞ 3-4 മാസങ്ങൾക്കിടയിൽ സ്നേഹിച്ചിരുന്നവർ പലരും നമ്മളെ വിട്ടുപോയി. ഇത്രയൊക്കെ ആയിട്ടും നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ആഘോഷങ്ങൾ നടന്നു. ആ ആഘോഷങ്ങളിൽ നിന്ന് നമ്മുടെ DPR റേറ്റ് പതിയെ പതിയെ മുകളിലോട്ട് വരുന്നു. വീണ്ടും നമ്മൾ ദുരിതത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ നോക്കുള്ളൂ. ഈ വൈഷമ്യങ്ങളെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ. തരണം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഈ വർഷം അത് പൂർത്തിയാക്കുക എന്നുള്ളത്. 1921 പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്ത ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ എഡിറ്റ് ചെയ്ത ലെങ്ത് നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനൽ ട്രിമ്മിങ് കഴിയുമ്പോൾ അതൊരു 1.25 മണിക്കൂറിൽ ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിനി ഷൂട്ട് ചെയ്യാനുണ്ട്. ആ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളോടെ തുടങ്ങാൻ പോവുകയാണ്. ചില വലിയ സീക്വൻസുകൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. കാരണം അവിടെ നമുക്ക് 500-1000 പേര് വരുന്ന വലിയ 2 സീക്വൻസ് ഉണ്ട്. ആ 2 സീക്വൻസ് മാറ്റി വെച്ചുകൊണ്ട് ഇൻഡോർ സീക്വൻസ് മാത്രം ഇപ്പം വീണ്ടും നമ്മൾ ആഗസ്റ്റ് ആദ്യവാരം തുടങ്ങാമെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ചെയ്തിടത്തോളം ഡബ് ചെയ്തു, തൃപ്തിയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഡിലേ വരാതെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സാമ്പത്തിക നില അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലൊന്നുമില്ല. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് കരുതി ഇട്ടേച്ച് പോകുന്ന സ്വഭാവമില്ല. സഹായിക്കാൻ പറ്റുന്നവർ മാത്രം സഹായിക്കുക. ഒരാളും ദുരിതം അനുഭവിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ വിഷമിച്ചുകൊണ്ടോ പണം അയക്കരുത്. കഴിവുള്ളവർ മാത്രം
കാരണം അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇതിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാവുമ്പോൾ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്ക് സഹായിക്കാനുള്ള സമയമാണ് ഇനിയുള്ള സമയം. ധാരാളം പേര് സഹായിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് പേര്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇപ്പം നമ്മൾ ഒരു ഫുൾ ഫ്ലെഡ്ജഡായിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. മമധർമ്മ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സിനിമ കൊണ്ട് അവസാനിക്കാതെ ധർമ്മത്തിന് വേണ്ടിയുള്ള അനേകം സിനിമ ഉണ്ടാവുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മമധർമ്മം മാറണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഏകദേശം നമ്മൾ അടുത്ത് കഴിഞ്ഞു. നമുക്കിന്ന് എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയുണ്ട്. ഭക്ഷണവും ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തമായിട്ടുള്ള യൂണിറ്റ് അടക്കം നമ്മുടെ സ്വന്തമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. അത് വളരെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഏറ്റവും ഈ ഇന്നത്തെ കാലഘട്ടത്തിന് എന്തൊക്കെ വേണമോ അതൊക്കെ നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പ്രോപ്പർട്ടീസ് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഗോഡൗണിൽ കിടക്കുകയാണ്. അവർ പറഞ്ഞത് കഴിഞ്ഞ ഷൂട്ടിംഗ് കഴിഞ്ഞ് കൊടുത്തപ്പോൾ പറഞ്ഞു, വേണ്ട സാറിൻ്റെ മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് ഒരു ലോഡോളം ഈ പിത്തള പാത്രങ്ങൾ അതുപോലെ ആൻറ്റിക്ക് സാധനങ്ങളൊക്കെ മറ്റ് പലരും സഹായിച്ചത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇനി ഓടേണ്ട കാര്യമില്ല. നമ്മുടെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഉണ്ട്. നിങ്ങളിൽ ആരെങ്കിലും നന്നായി 3D വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടണം. അതേപോലെ മിനിയേച്ചർ നന്നായി ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ബന്ധപ്പെടണം. നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഖമായിട്ട് തന്നെ പോകും, സുഖമായിട്ട് തന്നെ അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മളൊന്നും മറ്റ് ലക്ഷ്യങ്ങളിൽ ഉദ്ദേശിച്ചല്ല മുന്നോട്ടിറങ്ങിയത്. നമ്മൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. സൊസൈറ്റി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 1921 എന്ന സിനിമ നമ്മൾ എടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അതിൻ്റെ ലക്ഷ്യം ഏകദേശം പകുതി പൂർത്തിയാക്കി കഴിഞ്ഞു. കാരണം ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും 1921 ചർച്ചയായെന്ന് മാത്രമല്ല അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് എല്ലാവരും തിരിച്ചെത്തി. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടുത്തെ പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘടന പറഞ്ഞു 1921 സംഭവിച്ചത് ദുഃഖകരമാണ്, അതിനി ആവർത്തിക്കാൻ പാടില്ല എന്ന് സമസ്ത പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫലം മാത്രമേ ഇനി പുറത്തു വരാനുള്ളൂ. സമസ്ത അങ്ങനെ പറയണമെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ സമയം ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മമധർമ്മയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മമധർമ്മ അതിന് മുന്നിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ വലിയ നുണക്കഥകളുമായി ഇവിടെ മറ്റൊന്ന് ഇറങ്ങുമായിരുന്നു. 80 കോടിയുടെ നുണ നമുക്ക് മുമ്പിലേക്ക് എത്തുമായിരുന്നു. അതിന് തടയിടാൻ നമുക്ക് കഴിഞ്ഞു. പകരം എന്താണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് മുഴുവനായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പല മുജാഹിദ് പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനങ്ങളൊക്കെ എനിക്കെതിരെ അവരുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ തൽക്കാലം പോകുന്നില്ല. നമുക്ക് അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. നമ്മുടെ സൃഷ്ടി അത് പുറത്തിറക്കിയിട്ടാണ് നമുക്ക് മറുപടി പറയേണ്ടത്. അക്കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. ഒരു സിനിമയുടെ എന്താണ് പറയുന്നത്, വലിയ സാങ്കേതികത അല്ല നമ്മുടെ ലക്ഷ്യം. അതിൽ വലിയ ഈ പറയുന്ന ഗിമ്മിക്സുകളല്ല നമ്മുടെ ലക്ഷ്യം. യഥാർത്ഥ എന്തായിരുന്നു എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ. അതാണ് ഈ പറയുന്ന ഇപ്പൊ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ഹീറോസ്. അത് ഹീറോസ് ആയിരുന്നില്ല, നരാധമന്മാരായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ നൊമ്പരങ്ങളിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് എൻ്റെ വിശ്വാസം. എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് വിശ്വാസം. ഇനി മറ്റ് ആർട്ടിസ്റ്റുകൾ നമുക്ക് എല്ലാവരും റെഡിയാണ്. ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഡേറ്റ് തന്നിട്ടുണ്ട്. അത് വരുന്ന മുറയ്ക്ക് കൃത്യമായിട്ടും ഇതേപോലെ തന്നെ ലൈവിൽ നമ്മൾ അടുത്ത ഷെഡ്യൂളിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയിക്കും. എല്ലാവരും കൂടെ ഉണ്ടാവണം. എനിക്ക് ഒരു കാര്യത്തിൽ അത്ഭുതം തോന്നുന്നുണ്ട്. നമ്മളൊരു കഴിഞ്ഞ ജൂണിൽ നമ്മളൊരു ഫേസ്ബുക്കിൻ്റെ ഒരു പോസ്റ്റിൽ
ആ ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഇട്ടത് കഴിഞ്ഞ് വളരെ ചെറിയവരാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. വലിയവരാരും നമ്മുടെ കൂടെ ഇല്ല, വലിയ കലാകണ്ഠന്മാരാരും നമ്മുടെ കൂടെ ഇല്ല. വളരെ ചെറിയവർ 50-100 500 വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ സംഖ്യ നമ്മുടെ കയ്യിലേക്ക് വന്നു. എന്നെ സംബന്ധിച്ചുള്ള വലിയ സംഖ്യയാണത്. സാധാരണക്കാരനെ ചിന്തിക്കുമ്പോൾ വലിയ സംഖ്യയാണ്. കാരണം ഇത് വന്നത് മുഴുവൻ വിയർപ്പിന്റെ ഗന്ധമുള്ള പണമാണ്. പൊതുജനങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള പണമാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അതിൽ സ്വന്തം സ്വർണം വിറ്റ് പണം തന്നവരുണ്ട്, മറ്റ് രീതിയിൽ അധ്വാനിച്ചതിൻ്റെ മാസാമാസം അയക്കുന്നവരുണ്ട്, മാസാമാസം ഒരു ചെറിയ തുക അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇപ്പോഴും അയച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ആ രീതിയിൽ തന്നെ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഞാനും അതേ രീതിയിൽ തന്നെയാണ്. എൻ്റെ ചിന്തകൾ മുഴുവനും അത് കംപ്ലീറ്റ് ചെയ്യുക, ഈ പറയുന്ന തുച്ഛമായ പണം കൊണ്ട് എങ്ങനെ നമുക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റും. 80 കോടിയാണ് മറ്റുള്ളവർ പ്ലാൻ ചെയ്തത്. അതാണ് നമ്മൾ 3 കോടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങിയത്. 3 കോടിയിൽ നമുക്ക് 1 കോടി 30 ലക്ഷം രൂപയാണ് നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് വന്നത്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ തുകയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 80 കോടിയോട് നമ്മൾ മത്സരിക്കുമ്പോൾ പലരും ചോദിക്കുന്നത് സീരിയലാണോ ഡോക്യുമെൻ്ററി ആണോ? എന്തായാലും ജനങ്ങൾ കാണാനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഒരു സംഗതി അല്ലെങ്കിൽ ഒരു ചരിത്രം നമുക്ക് ജനങ്ങളോട് പറയാനുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതിൽ മോഹൻലാൽ ഇല്ല, മമ്മൂട്ടി ഇല്ല എന്ന് കരുതി ഈ കഥാപാത്രങ്ങൾ ഇല്ലാതാവുന്നില്ല. വാര്യംകുന്നനും അന്ന് ദുരിതമനുഭവിച്ച കുറേ ആളുകളും ഇതിലുണ്ട്. അവരൊക്കെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവരൊക്കെ ജീവൻ നൽകിയിട്ടുണ്ട് കഥാപാത്രങ്ങൾ. പുതിയ ആൾക്കാർ പോലും. നമ്മൾ പറഞ്ഞത് പ്രകാരം എനിക്ക് ഇമെയിൽ അയച്ചതിൽ കുറേ അധികം ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. അവരൊക്കെ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ആരൊക്കെയാണെന്നുള്ള പേര് പോലും എനിക്കറിയില്ല. അത്യധികം ആൾക്കാർ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി അതേപോലെ നമുക്ക് വലിയ ഒരു ഈ കോവിഡാനന്തരം ഒരു വലിയ ഒരു 3 ദിവസത്തെ വലിയ ഷൂട്ടിങ് നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കോവിഡ് കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവുള്ളൂ. ബാക്കിയെല്ലാം പണി പൂർത്തി കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അത് എടുക്കുകയും എഡിറ്റ് ചെയ്ത് ചേർക്കുകയും ചെയ്യാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ എടുത്തിടത്തോളം സീക്വൻസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ റീ റെക്കോർഡിങ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിലൊക്കെ തയ്യാറായിട്ട് ഒരുപാട് പേരുണ്ട്, ടെക്നീഷ്യൻസ്. ഒരു രൂപ പോലും വാങ്ങിക്കാതെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കി ഈ സ്ഥിരമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുത്തല്ലേ ഒക്കുള്ളൂ. എല്ലാം കൂട്ടിനുണ്ട് കൂടെ ഉണ്ടാവണം. ആരൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ട്. ശത്രുക്കളെ കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറയില്ല. അവരെ സംബന്ധിച്ചോളം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല, ഈ സുഡാപ്പികൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ ആയിത്തീരുമെന്ന്. അവരെന്നും കരുതിയിരിക്കുന്നത് ഈ ദുരന്തത്തിന് ഇരയായ ഹൈന്ദവ പക്ഷത്തിൽ നിന്ന് അലി അക്ബറിന് ഒന്നും കിട്ടില്ല, അത് കിട്ടാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചു. മമധർമ്മയെ ആയിരക്കണക്കിന് ട്രോളുകളാൽ വരിഞ്ഞു മുറുക്കിയപ്പോഴും ഈ സാധാരണ ജനം എന്നെ കൈവിട്ടില്ല. ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനമില്ല, ഒരു വ്യക്തി ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും സഹായം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുമിച്ച് നിന്നാൽ, ധർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നാൽ ഏത് മലയും പിഴുതെടുത്തറിയാൻ കഴിയും. അതാണ് സത്യം. അലി അക്ബർ എന്ന വ്യക്തി ഒരു ചെറിയ വ്യക്തി, ഒരു സാധാരണ മനുഷ്യൻ. ആ മനുഷ്യൻ ഇറങ്ങിയപ്പോൾ ഇത്രയും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ധർമ്മത്തെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പൈതൃകത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് നോക്കൂ. ചിന്ത കൊണ്ട് ഒരുപാട് പേര് മാറിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. ആ മാറ്റം ചിലരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഓരോ കഥകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലാലിന്റെ രാഷ്ട്രീയം
നമ്മൾ കണ്ടു. നമുക്കിടയിൽ വിയോജിപ്പുണ്ടാക്കി പകുത്തു മാറ്റി നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കാൻ നടക്കുന്നവരെ ഇന്ന് പൊതുജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്നവരെ ഇന്ന് ബഹുഭൂരിപക്ഷം തിരിച്ചറിഞ്ഞു എന്നുള്ള വിശേഷം ഉണ്ട്. അത് കേവലം ഈ സംഘികൾ മാത്രമല്ല തിരിച്ചറിഞ്ഞിട്ടുള്ളത്, നല്ല സഖാക്കൾ വരെ ഈ പ്രീണനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പലവിധമായിട്ടുള്ള ധർമ്മങ്ങളാണ് നടക്കുന്നത്. ചിലരെ വാരിക്കോരി സുഖിപ്പിക്കുകയാണ്, മറ്റ് ചിലരെ തിരിഞ്ഞു നോക്കുന്നില്ല. ചരിത്രത്തിന്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ആവർത്തനങ്ങൾ, അതായത് നുണകളുടെ ആവർത്തനങ്ങൾ, നുണകളുടെ സ്മാരകങ്ങൾ ഉയരുകയാണ്. വാര്യംകുന്നന്റെ സ്മാരകം ഉയരുമ്പോൾ അത് സത്യത്തിന്റെ സ്മാരകമല്ല, നുണയുടെ സ്മാരകമാണ്, ഹൈന്ദവ ഹത്യയുടെ സ്മാരകമാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ബലിയിട്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ 1921 ആത്മാക്കൾക്ക് ബലിയിട്ടു. ആ ബലി ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ ആത്മാക്കളായിരിക്കണം നമ്മളെ സഹായിച്ചത് ഇത്രയൊക്കെ മുന്നോട്ട് പോകാൻ അവരാണ് സഹായിച്ചത്. ഇക്കണക്കിന് നമ്മളേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കും. ആഹാ ഓഹോ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലാതെ അലി അക്ബർ അത് ചെയ്തു എന്ന് നിങ്ങൾ നാളെ പറയും. അങ്ങനെ പറയണമല്ലോ. നമുക്ക് പറയാനുള്ള മീഡിയത്തെ ഉപയോഗിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടത്. ആര് വരുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ് വിശേഷം. എന്തു പറയണം എന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാനും കാണാനും ആളുണ്ടാകും. നമ്മളിപ്പോൾ ചരിത്രത്തെ പുതുതായി വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചു അക്ബർ ദ ഗ്രേറ്റ്, ടിപ്പു സുൽത്താൻ. നമ്മൾ പഠിച്ചില്ല. നമ്മൾ പഠിക്കാത്തത് എന്തായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യ ദ ഗ്രേറ്റ്, ഇല്ലേ? അലക്സാണ്ടറെ ഓടിച്ച ചന്ദ്രഗുപ്ത മൗര്യയെ നമ്മൾ അറിയാതെ പോകുന്നു. ചാണക്യനെ നമ്മൾ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നില്ല. പകരം നമ്മളെ ഇല്ലായ്മ ചെയ്ത ആളുകളെ നമ്മൾ ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നു. അക്ബർ ദ ഗ്രേറ്റ്. മുഗളന്മാരൊക്കെ നമ്മൾ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നു. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഒരു രാജ്യത്തിന്റെ. അവർക്ക് വേണ്ടി പാഠങ്ങൾ രചിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നിട്ടിറങ്ങുന്നു ടിപ്പു സുൽത്താനെ നന്നാക്കാൻ. ആയിരക്കണക്കിന് നായന്മാരെ ആനയെ കൊണ്ട് ചവിട്ടി മെതിച്ച് നിരത്തി നിർത്തി സുന്നത്ത് ചെയ്ത ടിപ്പു സുൽത്താൻ ദ ഗ്രേറ്റ് ആയി മാറുന്നു. പകരം മാർത്താണ്ഡവർമ്മയോ അതല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസം പഴശ്ശിരാജയോ ഒന്നും ദ ഗ്രേറ്റ് അല്ലാതെ മാറി നിൽക്കുന്നു. ആ അവസ്ഥയിൽ നമുക്ക് 1921 ചർച്ചാ വിഷയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അന്ന് നമ്മൾ ഇത് ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ അതിന് മറ്റൊരു അടിയറവായി മാറിയാൽ ഇപ്പൊ നമുക്ക് നിവർന്ന് നിൽക്കാം. നട്ടല് നിവർത്തി ഞങ്ങൾ ആണുങ്ങളാടോ എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞു. പകരം ഭയപ്പെട്ട് മാറി തല കുനിച്ചിരുന്നെങ്കിൽ നട്ടല് വളച്ചു നിന്ന അന്നത്തെ അതേ അവസ്ഥ പള്ളികളിൽ നിന്ന് നഗാരം കേട്ടപ്പോൾ ഓടിപ്പോയ ഹിന്ദുവിന്റെ അവസ്ഥ ഉണ്ടാവുമായിരുന്നു. പകരം ഇന്ന് നട്ടല് നിവർത്തി നിൽക്കുന്നുണ്ട്. എല്ലാ വിഭാഗവും ഈ പറയുന്ന പ്രീണനത്തിനെതിരെ ശബ്ദമുയർത്തി തുടങ്ങി. എല്ലാ കോണിൽ നിന്നും ശബ്ദമുയരുന്നു.
ഈ രാജ്യവിരുദ്ധത നടത്തുന്ന ആളുകൾക്കെതിരെ ശബ്ദമുയരുന്നു. സ്വർണം കടത്തുന്നവർക്കെതിരെ ശബ്ദമുയരുന്നു. നമ്മുടെ പൊതുജനങ്ങളുടെ പണം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കട്ടുകൊണ്ടുപോകുന്നവർക്കെതിരെ ശബ്ദമുയരുന്നു. കള്ളന്മാർക്കൊന്നും നിലനിൽപ്പില്ല, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഏതാണ് സത്യം വിജയിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. എല്ലാ കള്ളങ്ങളും പതിയെ പതിയെ ഇടിഞ്ഞു പൊളിഞ്ഞ് സത്യം പതിയെ പുറത്തേക്ക് വരുന്ന അവസ്ഥ. മറ്റ് രാഷ്ട്രീയമൊന്നും അല്ല നമുക്ക്. രാഷ്ട്രീയമൊക്കെ രണ്ടാമതാണ്, രാഷ്ട്രമാണ് വലുത്. ആ രാഷ്ട്രത്തിന്റെ സത്ത, ഉണ്മ, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. നമ്മൾ ആരും അങ്ങനെ പൂർണ്ണരൊന്നുമല്ല. പൂർണ്ണരല്ലാത്ത മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ലക്ഷ്യം. ഞാൻ മുസൽമാനാണോ ഹിന്ദുവാണോ, എന്തുകൊണ്ട് ഹിന്ദുവായി ആണ് എന്ന് പറയുന്നില്ല. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ളൊരു മതമല്ല, അത് എൻ്റെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഇത് മീഡിയ വണ്ണിനുള്ള മറുപടിയാണ്. എവിടെ നിൽക്കണം എന്ന് എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വായിച്ചില്ല, പക്ഷെ വായിച്ചവർ എന്നെ വിളിച്ച് പറഞ്ഞു. കാരണം ആരും വായിക്കാത്തൊരു സാധനമാണല്ലോ, ചവർ സാധനമാണല്ലോ മാധ്യമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ മനുഷ്യരായിട്ടുള്ള ആൾക്കാരും അത് നമ്മൾ കണ്ടു. ദ്വീപിനെ നമ്മൾ കണ്ടു, ദ്വീപിൽ എന്താണ് സംഭവിച്ചത് കണ്ടു. നമ്മൾ കത്വയിൽ ഒരു കുഞ്ഞിൻ്റെ ദ്രോഹിച്ചപ്പോൾ ഉണ്ടായ കത്തലും നമ്മൾ കണ്ടു. ഇന്ന് 3 വയസ്സ് മുതൽ ഒരു സഖാവ് 6 വയസ്സ് വരെ ഇഞ്ചിഞ്ചായി ഒടുവിൽ കൊന്നിട്ടും ഒരക്ഷരം കൊണ്ടാത്ത പറയാൻ നമുക്ക് പറ്റില്ല, വാക്കുകൾ പറയാൻ പറ്റില്ല. അത്രയും മോശമായിട്ടുള്ള സാംസ്കാരിക നായകളെയും നമ്മൾ കണ്ടു. ദ്വീപിൽ ഉച്ചയ്ക്ക് ബീഫ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കിയ സിനിമാ നടന്മാരുണ്ടായിരുന്നു നമുക്ക്. ആ കുഞ്ഞിന് വേണ്ടി ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം പ്രതിക്ക് നിറമുണ്ടായിരുന്നു, പ്രതിക്ക് കൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മിണ്ടാത്തത്. പക്ഷെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2 മാസം സുഡാപ്പികൾ നിരന്തരമായി എന്നെ ബ്ലോക്ക് ചെയ്തു. നിരന്തരമായി ഒരു ബ്ലോക്ക് കഴിയുമ്പോഴത്തേക്കും അടുത്ത ബ്ലോക്ക്, ഇനിയും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ മമ ധർമ്മ എന്ന് മലയാളത്തിൽ അടിച്ചാൽ അടുത്ത എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. നിങ്ങളെല്ലാവരും അത് ഓർത്ത് വെക്കുക. ഫേസ്ബുക്കിൽ അതിലും നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിലും 5000. എനിക്ക് ഈ സുഡാപ്പികൾ ഉണ്ടാക്കിയ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ മമധർമ്മയുടെ അക്കൗണ്ട് ഉപയോഗിച്ചു. അതിലും 5000 പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് 1.5 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ഉണ്ട്. മമധർമ്മയിലും അതേപോലെ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വിഡ്ഢികളാണ്. ഈ ഒഴുകി വരുന്ന വലിയ പ്രവാഹത്തെ വാഴത്തട വെച്ച് തടുത്തു നിർത്താമെന്നാണ് സുഡാപ്പികൾ വിചാരിക്കുന്നത്. വിഡ്ഢികൾ പുറകത്താണ്. എന്നെ ബ്ലോക്ക് ചെയ്താൽ വേറെ എത്ര അക്കൗണ്ട് ഉണ്ട്? എനിക്ക് അതിലൂടെയൊക്കെ സംസാരിക്കാമല്ലോ. ഇവരെ പോലെ രാത്രി അച്ഛനില്ലാത്ത ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് തെറി പറഞ്ഞ് പൂട്ടിക്കാൻ നടക്കലില്ല നമ്മുടെ പണി. പിതൃത്വം കൃത്യമായി രേഖപ്പെടുത്തിയ അക്കൗണ്ടുകളാണ് നമ്മുടേതൊക്കെ, അല്ലാതെ പിതൃത്വമില്ലാത്ത അക്കൗണ്ടുകളല്ല. ഒന്നും മൂടി വെച്ചിട്ടുമില്ല. അതിലെ അക്കൗണ്ടൊക്കെ തുറന്ന പുസ്തകമായിട്ട് തന്നെയാണ് എൻ്റെ അക്കൗണ്ടൊക്കെ നിൽക്കുന്നത്. ഇത് പിതൃത്വമില്ല, പേരില്ല, അങ്ങനത്തെ ആളുകളാണ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ പൊട്ടിക്കാൻ വേണ്ടിയത്. വാ തുറന്നാൽ ടോയ്ലറ്റിന്റെ നാറ്റമാണ്. അങ്ങനത്തെ ആളുകൾ അവർ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു. ഈ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് ക്ഷമയോടെ. എൻ്റെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്.
അവരിങ്ങനെ ഓടി വരും, വിളിച്ചാൽ ഓടി വരും, ചാർട്ട് ചെയ്യും, അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം ഇരിക്കാം എന്ന് പറഞ്ഞത്. പട്ടിണിയാണെങ്കിൽ അവർ കൂടെ നിൽക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, വിളിച്ചാൽ വരുന്ന ആൾക്കാർ. അവരാണ് നമ്മുടെ വിജയം. അതല്ലെങ്കിൽ ഈ വരുന്ന തലകൾക്കൊക്കെ ഞാൻ പണം കൊടുത്തിരുന്നെങ്കിൽ ഇന്നൊരു 10 കോടി വേണ്ടിയിരുന്നു ഇത്രയും ഷൂട്ട് തീർക്കണമെങ്കിൽ. അതൊന്നുമില്ലാതെ വിളിച്ച് ഓടി വന്നു, മുടി വെട്ടണം എന്ന് പറഞ്ഞാൽ മുടി വെട്ടി, മുട്ടയടിക്കണം എന്ന് പറഞ്ഞാൽ മുട്ടയടിച്ച്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് കുറേ നല്ല അനുഭവങ്ങൾ ഈ 10-60 വയസ്സിനിടയിൽ, 58 കഴിഞ്ഞ് 59 പോകുന്നു, ഇതിനിടയിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു വർഷം 3 സിനിമകൾ വരെ ചെയ്ത സമയമുണ്ടായിരുന്നു. അന്നൊന്നും കിട്ടാത്ത തൃപ്തി. ഒരു നിർമ്മാതാവ് പണം മുടക്കി എല്ലാ സൗകര്യങ്ങളും കൂടി പടം ചെയ്തപ്പോഴൊന്നും കിട്ടാത്ത തൃപ്തി വളരെ ലളിതമായി മുണ്ട് മുറുക്കി ഉടുത്ത് ജനങ്ങളുടെ ഒത്തൊരുമയോടെ ചെയ്യുമ്പോണ്ടാവുന്ന ആ തൃപ്തി ഉണ്ടല്ലോ, ഞാനതിൽ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. നമുക്കെല്ലാം ഒന്ന് ഒത്തുകൂടണമെന്നുണ്ട്. മധർമ്മയിലേക്ക് സഹായിച്ചത് നമുക്ക് അടുത്ത വർഷം പറ്റുമെന്ന് തോന്നുന്നു. ഒരു മാസമായിട്ട് ഒന്ന് കൂടിച്ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു ഇടത്ത് നമുക്കൊന്ന് കൂടിച്ചേരണം, അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണം. നമ്മളിങ്ങനെയല്ലേ സംസാരിക്കുന്നത്. ഞാൻ അക്കൗണ്ടിൽ കൂടുതൽ വരുമ്പോൾ സന്തോഷിക്കുകയോ കുറവ് വരുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാം ഞാൻ ഒരാൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അയാൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് എന്നെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ ലക്ഷ്യത്തിലും നന്മയുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആയുസ്സുണ്ടെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടണേ എന്ന് പ്രാർത്ഥനയുണ്ട്. ഈ കഴിഞ്ഞ ഷെഡ്യൂളിൽ 150-200 പേര് വയനാട്ടിൽ ഒരുമിച്ച് തിക്കായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഒരൊറ്റ ആൾക്ക് പോലും കൊറോണ ബാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ സെറ്റിൽ ഒരു കുട്ടിക്ക് പോലും കൊറോണ ബാധിച്ചില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് സുഹൃത്തുക്കളെ വീട്ടിൽ കയറിയിട്ട് കൊറോണ മേടിച്ച് പോയ ആൾക്കാരുണ്ട്. പക്ഷെ ആ ലൊക്കേഷനിൽ ഒരൊറ്റ കുഞ്ഞിന് പോലും, വലിയ ആൾക്കൂട്ടങ്ങളുണ്ടായിരുന്നു, അവിടെ ഒരാൾക്ക് പോലും രോഗം ബാധിച്ചില്ല. ഒരാൾ പോലും കിടന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവാധീനം എന്ന് പറയുന്നത്. എന്തായാലും 2 മാസത്തെ കൂട്ടിയിടലിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി കുരു പൊട്ടിക്കാനുള്ളവരൊക്കെ കുരു പൊട്ടിച്ചോട്ടെ, തകർക്കാനുള്ളവരൊക്കെ തകർത്തോട്ടെ. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരോടും എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് ഒരുമിക്കാം. നന്ദി, നമസ്കാരം.